ജീവിതം ജനിവൃതികൾക്കിടയിൽ ഒരു ഗീതകം. അത് കൊടുത്തത് കൂടപ്പറപ്പുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ചും വിളമ്പിയും ഒക്കെ കൊടുക്കുന്നുണ്ടല്ലോ. കൊടുക്കുന്നുണ്ട്. വേറെ കുഴപ്പമൊന്നുമില്ല. ഞാനതിന് കുറ്റപ്പെടുന്നില്ല. ഇപ്പൊ ഏതാണ്ട് അനിയത്തി കൃഷ്ണ അവിടെ ഇരിക്കുന്നു. ഒരിക്കലെങ്കിലും ഞാൻ വീട്ടിൽ വടക്കിട്ടോ എവിടെയെങ്കിലും വടക്കിട്ടോ ഇവരെ ആരെങ്കിലും ദ്രോഹിച്ചിട്ടും ചോദിച്ചു അനിയത്തി എന്റെ അനിയത്തി. അതല്ല അവരെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ. ഇപ്പൊ അവരൊക്കെ 7 പേരും ആണുങ്ങളെ പൊറപ്പിക്കാതെ ആണുങ്ങളെ ജീവിക്കാൻ സമ്മതിക്കാതെ. ഇപ്പൊ കൃഷ്ണ വന്ന ഒരു തിരുമേനിയാണ് വിവാഹം ചെയ്തിരിക്കുന്നത്. ഇവര് ചേട്ടത്തിമാരെല്ലാം പറഞ്ഞു നീ അവനെ കളഞ്ഞിട്ട് ഇങ്ങ് പോരെ, നിനക്ക് വന്ന് വേറെ ചെറുക്കനെ കെട്ടിച്ചേരാന്ന് പറഞ്ഞാണ്ട് കൃഷ്ണ ഇരിക്കുന്നു. സത്യം ഉണ്ടെങ്കിൽ അവള് നേരെ നോക്കി എന്നോട് പറയട്ടെ. ഇപ്പൊ പറയുന്നുണ്ടോന്ന് ചുമ്മാ അല്ല, സത്യസന്ധമായിട്ടും അതെ. ഞാൻ നേരിട്ട് പറയാണ്. സത്യ കള്ളം പറയല്ലേ, നേരിട്ട് പറയാം. ഞാനിവിടെ ഏത് കാര്യം നേരിട്ട് ഓപ്പണായിട്ട് പറയാം. കൃഷ്ണ സത്യമായിട്ട് പറയണം. എന്റെ ഭാര്യ സതി, ഞങ്ങൾ രണ്ടുപേരും ഒരു വീട് പണി ഞങ്ങൾക്ക് താമസിക്കാനായിട്ട്. 7 പേരും വന്ന് അതിൽ കയറിക്കൊണ്ട് എന്നെ പറഞ്ഞാൽ നീ ആരടാ, നിനക്കെന്തോ അതിനകത്ത്. 7 പേരും തൊട്ടടുത്താണ് കുടുംബ വീട്. ഞാനും അധ്വാനിച്ച് കഷ്ടപ്പെട്ടുണ്ടാക്കി, ഞങ്ങൾ രണ്ടുപേരും അധ്വാനിച്ചുണ്ടാക്കിയ വീടാണ്. ഇല്ല, നിങ്ങൾക്ക് എന്താ അവകാശം? ചേച്ചി നിങ്ങളുടെ റെക്കോർഡും ചെയ്തിട്ടില്ല, ഇറങ്ങിപ്പോടാന്ന് പറഞ്ഞ ഇവിടെ അനിയത്തി എന്റെ അടുത്ത് വന്നു. അന്നേരം ഞാൻ ആ കൊച്ചിന്റെ കല്യാണത്തിന് ഇവിടെ എഴുതി വെക്കുന്ന സമയത്തും ചെറുക്കമ്പട്ടുകാർ 30 പേര് വരുന്ന അവിടെ ഇരിക്കുന്നു. ഞാനാണെങ്കിൽ ഒരു ശബ്ദമണ്ടിയില്ല. ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ പെണ്ണിന്റെ കല്യാണം മുടങ്ങുവാണ് അവിടെ. ഇയാൾ മുങ്ങി നടക്കില്ലായിരുന്നു? ഇല്ല, ഞാൻ മുങ്ങിയിട്ടില്ല, ഒരിക്കൽ പോലും ഇല്ല മാഡം. ഈ 6 വർഷക്കാലം ഞാൻ ഇവിടെ വന്ന് അന്തസ്സായിട്ട് തന്നെ ജീവിച്ചിരിക്കുന്നത്. നാട്ടുകാരെല്ലാവരും ഉണ്ട്, നിയമമുണ്ട്. ഇന്ന് ഇവിടെ ഇത്രയും പേരുടെ മുന്നിൽ വെച്ച് ഞാൻ സംസാരിക്കുന്നു. എന്താ പറഞ്ഞുകൊണ്ടാണ് പെണ്ണിന്റെ കല്യാണം മുടങ്ങേണ്ട കാര്യം എന്തായിരുന്നു? മുടങ്ങെന്ന് പറഞ്ഞാൽ വീട് വന്ന് എഴുതി ഇത് കൊടുക്കുന്നു. ഏത് വീട്? ഞങ്ങൾ പണിത വീട്. നിങ്ങൾ പണിത വീട് ആർക്ക് എഴുതി കൊടുക്കുന്നു? സതിയുടെ ആയിട്ടുള്ള അനിയത്തിക്ക്. അതെ, അത് പഞ്ചായത്ത് രജിസ്റ്റർ ചെയ്ത വീടല്ലേ അത്? അപ്പൊ ഞാൻ അവിടെ പോയി കിടക്കും മേഡം. ഞാനും കൂടെ കഷ്ടപ്പെട്ടല്ലോ. ഇപ്പൊ ഞങ്ങള് കാശ് ഇല്ല. ഇത് കേൾക്കൂ, വീട്ടിൽ നിന്ന് ഞാൻ വന്ന് കട 2 ദിവസം കിടന്നു. വർക്ക് ഒരുപാടുണ്ടായിരുന്നു, കല്യാണമല്ല. കടയിൽ നിന്ന് വന്ന് ഇവള് എന്റെ ചെരുപ്പ് പോലും കടയിൽ എടുക്കാതെ കട പൂട്ടി ഷർട്ട് പൂട്ടിക്കൊണ്ട് പുറത്തു പോയി. ഞാൻ എല്ലാ കാര്യങ്ങളും വെളിയിലായി തിരിച്ചു വന്നു, സംസാരിച്ചു. അപ്പൊ ഇങ്ങനെ പലതും പറഞ്ഞു. എനിക്കിപ്പോഴും ഇതൊന്നും സമ്മതിക്കാനൊക്കെ പറ്റിയിട്ടില്ല. കാരണം ആ ഒരു അമ്മയും മോളെയും കണ്ടിട്ട് അതിന് വളരെ കൂളായിട്ട് പറയുകയാണ്. ഇയാൾ കല്യാണം കഴിച്ചു എന്ന് പറഞ്ഞ റേഷൻ കാർഡ് ഉള്ള ഒരു സ്ത്രീയെ കുറിച്ച് ഇയാൾ എനിക്ക് അറിഞ്ഞേ കൂടാന്ന്. എവിടെ അടൂരാണ് റേഷൻ കാർഡിലെ പേര് വിടൂ. ആ പെണ്ണിന്റെ പേര് ആ പെണ്ണിനെ അറിയാവോ ഇല്ലയോ? ശ്രീലത എന്നൊരു പെണ്ണിനെ അറിയാമോ? എനിക്കറിയില്ല മേഡം, ഇതുവരെ അറിയില്ല. എനിക്കറിയില്ല. ആ പെണ്ണ് ഇവിടെ വന്ന് ശ്രീലത എന്റെ ഭർത്താവാണ് ശ്രീലതെന്ന് പറഞ്ഞ കൊണ്ടുവരും, വിളിച്ചോണ്ട് വരുമോ? ഞാൻ റെഡി. ഞാൻ പറഞ്ഞില്ല, ഞാൻ ബാക്കി കാര്യം എല്ലാം പറഞ്ഞല്ലോ. സമീനയുടെ കാര്യം പറഞ്ഞു, അജിയുടെ കാര്യം എന്തോ പറഞ്ഞു. പരിചയക്കാര്, സുഹൃത്ത്. എന്താണ് ഈ സുഹൃത്ത്? എന്റെ കടയിൽ ജോലി ചെയ്താണെന്ന് ഞാൻ പറഞ്ഞല്ലോ. കടയിൽ ജോലി തൊട്ടടുത്ത വീടും ബാക്ക് സൈഡിൽ ഞങ്ങൾ അയൽവക്ക വീടും. അയൽവക്ക വീട് എന്ന് പറഞ്ഞാൽ പോരെ? അതുകൊണ്ടാണ് അവർ നന്നായിട്ട് ജീവിക്കട്ടെ, അവരേത് നാട്ടിലായിട്ട് നന്നായിട്ട് ജീവിക്കട്ടെ എന്ന് ഉണ്ടായിരിക്കുകയാണ്. പക്ഷെ അവരൊക്കെ തന്നെ വെറുതെ വിട്ടു. പക്ഷെ ഇവരത് വെറുതെ വിടാൻ തയ്യാറല്ല. അതാണ് ഇവിടുത്തെ പ്രശ്നം. അപ്പൊ ഈ ശ്രീലതയുടെ റേഷൻ കാർഡിൽ വരുന്ന ശ്രീലത, ശ്രീധരൻ, ശ്രീലക്ഷ്മി ഇതെന്താണ്? സപ്ലൈ ഓഫീസിൽ നിന്ന്, ഹരിപ്പാട് സപ്ലൈ ഓഫീസിൽ നിന്ന് വന്ന ഈ റേഷൻ കാർഡിൽ കണ്ട കാര്യം എന്താണ്? അതിന്റെ കോപ്പി ഇവിടെ ഉണ്ട്. അങ്ങനെ ഒരു റേഷൻ കാർഡ് വരുവാണെങ്കിൽ മേഡം എന്ത് ശിക്ഷയും നിങ്ങൾ എന്നെ? ഞാനൊന്നുമല്ല ശിക്ഷ. ഞാൻ ശിക്ഷയ്ക്ക് എന്ത് ശിക്ഷ വേണമെങ്കിലും എനിക്ക് തരാം. ഞാൻ അനുഭവിക്കാൻ റെഡിയാ. അങ്ങനെ ഒരു ശിക്ഷയ്ക്കൊന്നും ഞാൻ എന്റെ റേഷൻ കാർഡിൽ എന്റെ മാത്രം പേരേ ഉള്ളൂ, വേറെ ആരുടെ പേരും ഇല്ല. എങ്ങുമില്ല. സപ്ലൈ ഓഫീസ് കൊണ്ട് ഹരിപ്പാട്. നിങ്ങൾക്ക് മുതുകുളത്താ ഉള്ളത്? അതെ, ഇവിടെ ഹരിപ്പാട് ഇല്ലതാനും. ഇല്ല, ഹരിപ്പാടാണ് സപ്ലൈ ഓഫീസ്. മുതുകുളത്തായിരുന്നു ഞാൻ താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ മുതുകുളം എന്തായാലും ഹരിപ്പാട് വരെ എത്തി. സപ്ലൈ ഓഫീസ് ഹരിപ്പാട്, മുതുകുളത്താണ് വീട്. മുതുകുളത്തിന്റെ സപ്ലൈ ഓഫീസ് അവിടെ ആയതുകൊണ്ട് റേഷൻ കാർഡ് അവിടെയാണ് കൊടുക്കുന്നത്. ഇപ്പൊ എവിടെ ഏത് ഇതാ റേഷൻ കട ഇടയിലുള്ളത്? മുതുകുളത്തുള്ളത്. ആ റേഷൻ കാർഡ് അവിടെയാണ് ഇരിക്കുന്നത്. അവിടെ ഉണ്ട്. അതെ, ഉണ്ട്. അത് ഞാൻ പറയാം, ഇവിടെ കാണിച്ചിരിക്കുന്നത് തിരുപ്പൂർ റേഷൻ കാർഡ് എടുക്കാൻ വേണ്ടി ഞാനത് ഉണ്ടാക്കിയതാണത്. ശരി ശരി. ഇയാളപ്പോ ഈ ഷിബിയുടെ മക്കൾക്ക് ചെലവിന് കൊടുക്കാറുണ്ടോ? ചെലവിന് കൊടുക്കാൻ എൻ്റെ മേഡം എനിക്ക് തന്നെ ചെലവിന് ഒരു ചോറ് കഴിക്കാൻ അവിടെ നിന്ന് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ എന്നെ പറയാൻ വിടാനായിട്ട്. സതി വന്നാണ് പൈസ കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്യുന്ന കടയിൽ. കൈകാര്യം ചെയ്ത കാര്യം വിടുക. ഇയാള് പറഞ്ഞു കൊണ്ട് വീട് വെച്ച് അവർക്ക് കൊടുത്തു, അതുകൊണ്ട് ഇയാൾ അത് റിയാക്ട് ചെയ്തു. വീട് വയ്ക്കുമ്പോൾ ഡെയിലി 1500 2000 ഫൈനാൻസ്, ഡെയിലി ഫൈനാൻസ് എടുത്ത് കഴിയുമ്പോഴത്തേക്കും പിന്നെ 5 പൈസ കയ്യിലില്ല. രൂപയ്ക്ക് ഇയാൾ വീട് വാടക എടുത്ത് താമസിക്കുന്നു. ഇപ്പൊ ഇറക്കി വിട്ടതിന് ശേഷം, അവരിറക്കി വിട്ടതിന് ശേഷം. അപ്പോ ഈ കൊച്ചുങ്ങൾക്ക് ഇന്ന് വരെ ആ കുഞ്ഞിനൊന്നും കൊടുക്കാൻ സാധിച്ചിട്ടില്ല. പോകാൻ ഒരു ദിവസം പോലും ഇവിടെ എന്നെ അനുവദിച്ചിട്ടില്ല. ഇന്ന് സംശയരോഗം ഭയങ്കരമാണ്. എനിക്കൊരു കടയിൽ 1/2 മണിക്കൂർ എനിക്ക് പുറത്ത് പോകാനൊക്കത്തില്ല. ഈ സതിക്ക് സംശയരോഗം എന്ന് പറഞ്ഞാൽ ഞാൻ ആരോടും മിണ്ടാൻ പാടില്ല. അടുത്ത കടക്കാരോട്, ഞങ്ങളുടെ കട അടുത്തുള്ള ഒരു കടയിലും മിണ്ടാൻ പാടില്ല. ഇവിടുന്ന് അന്വേഷണം വന്നോട് ചോദിച്ചാൽ മതി, അവർ പറയും. നാട്ടുകാരുടെ അടുത്ത് എല്ലാം തിരക്കിയാൽ മതി. അങ്ങനെ പറയുന്നില്ല. പഴയ ബന്ധങ്ങളും പഴയ
ഭാര്യയും അവരെയൊക്കെ പോയി കാണുക എന്ന് പറയുന്ന ഒരു പുതിയൊരു കല്യാണം കഴിച്ച് താമസിക്കുന്നവർക്ക് മാനസികമായിട്ട് സ്വാഭാവികമല്ലേ? അത് അവരെ പോയി കാണുക എന്ന് പറയുമ്പോൾ അതിനകത്തൊരു ചെറിയത്. പക്ഷെ എന്തായാലും മേഡം പോണെങ്കിൽ എന്റെ കയ്യിൽ പൈസ വേണം. പൈസ എന്ന് പറഞ്ഞാൽ എന്റെ കയ്യിൽ മൊത്തം കാര്യം ഇവളാണ് കൈകാര്യം ചെയ്യുന്നത്. ജോലി ചെയ്ത് ചെയ്തുകൊണ്ടിരിക്കും. കടയില് ഞങ്ങൾ രണ്ടുപേരും, മേഡം മെയിനായിട്ട് കടയിൽ ഞങ്ങൾ രണ്ടുപേര് കടയിൽ ജോലി ചെയ്യുന്നു. ഒരു മിനിറ്റ് സതി എന്തോ പറയണോ? ഞങ്ങൾ കട തുടങ്ങി 1 വർഷം കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം എന്നോട് പറഞ്ഞു, എടി എൻ്റെ കുഞ്ഞിന് ചെലവിന് കൊടുക്കാൻ പോകണമെന്ന് പറഞ്ഞു. അപ്പം ഇത് ഈപ്സി വെച്ച ഇദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ ജോലി ചെയ്യുന്നതെന്ന് വെച്ചാൽ ഞങ്ങളുടെ ചെറുപ്പത്തിൽ ഞങ്ങളുടെ അച്ഛൻ കളഞ്ഞു പോയി ഞങ്ങൾ 8 മക്കളെ വളർത്താൻ ഞങ്ങളുടെ അമ്മ ഒരുപാട് കഷ്ടപ്പെട്ടതാണ്. ഒരച്ഛൻ അന്വേഷിക്കാതെ വരുന്ന ഒരു ബുദ്ധിമുട്ട് അത് അനുഭവിക്കുന്നവർക്കേ അത് മനസ്സിലാവത്തുള്ളൂ. അപ്പം ഞാൻ പറഞ്ഞു, നിങ്ങൾ ജോലി ചെയ്യുന്നതിൽ കുറച്ച് പൈസ ഒരു ദിവസം 10 രൂപയെങ്കിലും മാറ്റി വെച്ചിട്ട് നിങ്ങൾ ആ കുഞ്ഞിന്, ഒരു കുഞ്ഞേ ഉള്ളതെന്നാണ് പറഞ്ഞിരിക്കുന്നത്, ആ കുഞ്ഞിന് കൊടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ പറഞ്ഞിരുന്നിട്ട് ഇപ്പോൾ ഈ ഞങ്ങളിവിടെ കടയിട്ടപ്പോൾ നമ്മൾ 3 നമുക്ക് മറ്റു കട ചെയ്താൽ കിട്ടത്തുള്ളൂ. ഇത് നമ്മൾ സ്വന്തം കടയായപ്പോൾ മൊത്തം പൈസ നമ്മുടെ കിട്ടത്തില്ലേ? അപ്പോൾ അങ്ങനെ ഓണം എടുത്തു വന്നെ എന്നോട് പറഞ്ഞു, എടി എനിക്ക് കുഞ്ഞിനെ കാണാൻ പോകണം. ഞാൻ അപ്പോൾ ഒരു 10,000-3000 രൂപ കയ്യിലുണ്ട്. അപ്പോൾ എന്നോട് പറഞ്ഞു, നീ എന്നോട് പൈസ ചോദിക്കല്ലേ, എനിക്കിത് കുഞ്ഞിന് കൊടുക്കാൻ. ഞാൻ പറഞ്ഞത് ശരി ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ അതിന് മുമ്പ് എന്നോടൊന്ന് പറഞ്ഞു, ഉത്രട്ടാതി വള്ളംകളി കാണാൻ പോകണമെന്ന്. നീ പോയിട്ടുണ്ടോ? ഞാൻ പറഞ്ഞു, ഞാൻ പോയിട്ടില്ല. എന്നാൽ നമുക്ക് പോകണേ. ഞാൻ പറഞ്ഞു, ശരി ഞാനും പോയിട്ടില്ല. എന്നാൽ അങ്ങനെ പറഞ്ഞിരുന്നിട്ട് ഉത്രട്ടാതി തിരുവോണം അവിട്ടൻ ചതയം പൂരുരുട്ടാതി ഉത്രട്ടാതി അന്ന് രാവിലെ. അപ്പോൾ എന്നോട് പറഞ്ഞു, ഇന്ന് എനിക്ക് എൻ്റെ മോളെ കാണാൻ പോകണം, മോള് സ്കൂളിൽ വരും, എനിക്ക് അവിടെ ചെല്ലാനൊക്കത്തില്ല, സ്കൂളിൽ ചെന്നേ കുഞ്ഞിനെ കാണാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അത്രയും ചിന്തിച്ചില്ലേ, ഏതായാലും ഈ ഓണം 5 കഴിയാതെ സ്കൂൾ തുറക്കത്തില്ലല്ലോ. ഞാൻ പറഞ്ഞു, ശരി എന്നാൽ പോയിട്ട് വരാൻ പറഞ്ഞു. അവിടുന്ന് അപ്പോൾ എന്നോട് പറയാം, ഞാൻ എങ്ങനെ പോകും, എൻ്റെ പൈസ ഇല്ല. ഞാൻ പറഞ്ഞു, ചേട്ടൻ്റെ ഇത്രയും പൈസ ഇല്ലായിരുന്നോ? അത് നീ എന്തോ, എൻ്റെ അച്ഛൻ പോലും എന്നോട് കണക്ക് വെച്ചില്ല, നീ എന്തോ എന്നോട് കണക്ക് ചോദിക്കുന്നത്, എൻ്റെ ഇല്ല പൈസ. ഞാൻ പറഞ്ഞു, നിങ്ങൾ എന്നോട് പറഞ്ഞില്ലേ ഞാൻ തരത്തില്ല, ഇതെനിക്ക് കുഞ്ഞിന് കൊടുക്കാനാന്ന് പറഞ്ഞ്. നിൻ്റെ പൈസ ഇരിപ്പുണ്ടോ? ഞാൻ പറഞ്ഞു, ചേട്ടാ എൻ്റെ 1000 രൂപ ഇരിപ്പുണ്ട്, ഞാനത് തരാം എന്ന് പറഞ്ഞ് മുഖമൊക്കെ വല്ലാതാക്കി ഇങ്ങനെ അവിടെ നിന്ന്. അപ്പോൾ വേറെ ഒരു തയ്ക്കുന്ന ഒരു കൊച്ചുമൊക്കെ അവിടെ ഇരിപ്പുണ്ട്. ഇപ്പോൾ ഇച്ചിരി ഇങ്ങനെ അവിടെ നിന്നേച്ചെന്തോ ചെയ്തു, പുള്ളിക്കാരൻ ഇറങ്ങി അങ്ങ് വെളിയിൽ പോയിട്ട്. അപ്പം ഞാൻ വിചാരിച്ചു, ഞാൻ അന്നേരം ഈ കൊച്ചിനോട് പറഞ്ഞു, കൊച്ചെ ഇത് ഈ പൈസ മേടിക്കാതെ പോയതെന്താ, ഞാനെന്നാ ഈ പൈസ കൊണ്ട് കൊടുത്തിട്ട് വരട്ടെന്ന് പറഞ്ഞ് ഈ 1000 രൂപയും എടുത്തുകൊണ്ട് ഞാൻ ഇദ്ദേഹത്തിന് പുറകിന് നിന്നപ്പോൾ ആ പറക്കോട്ട് സ്റ്റാൻഡിൽ ചെന്നിട്ട് അവിടുന്ന് നേരെ, അപ്പം കായംകുളത്തിന് വരേണ്ട ആള് ഇങ്ങോട്ടല്ലേ വരണ്ടേ, പടിഞ്ഞാറോട്ടാ വരണ്ടേ, നേരെ പുല്ലൂരിൻ്റെ വഴിക്ക് തിരിയുക. നേരെ ഇറങ്ങി ഈ ആള് നേരെ കായംകുളത്ത് പോകേണ്ട ആൾ എവിടെ പോയത്, ആറന്മുള വള്ളംകളി കാണാൻ പോയി. എൻ്റെ കുഴപ്പമാണോ ഞാനൊന്നും വിടാഞ്ഞത്? ആറന്മുള വള്ളംകളി കണ്ടുകൂടി 4 മണിക്ക് വിളിച്ചപ്പോൾ പറയുവാണേ, മോൾ ഇതുവരെ ഇനി സ്കൂളിൽ വന്നില്ല, ഞാൻ മോളെ നോക്കി സ്കൂളിൽ ഇരിക്കുവാണെന്ന്. 2009 ശേഷം ഞാൻ വന്ന് സതിയുടെ കൂടെ 5 വർഷം. ഇതിനിടയ്ക്ക് ഞാൻ എവിടെയാണ് ഈ നാടും നടന്ന് ഈ വിവാഹം ചെയ്തത്? എവിടെയാണ് വിവാഹം ചെയ്തെന്ന് പറഞ്ഞില്ല ശ്രീ. ഇങ്ങനെ പലവരും ചതിച്ചെന്ന് പറയുന്നു സതി. ഞാൻ ഈ പറഞ്ഞ സത്യങ്ങളെല്ലാം ഇവിടെ നിരൂപണത്തിനുണ്ട്. നിങ്ങൾ തന്നെ ഈ പറഞ്ഞ ഡേറ്റുകളും കാലയളവും എല്ലാം ഇവിടെ തന്നെ ഉണ്ട്, അതിനകത്ത് റെക്കോർഡുണ്ട്. പിന്നെ ഇതെങ്ങനെ സംഭവിക്കുന്നു ഈ സതി പറയുന്നത്, അതാ എനിക്ക് മനസ്സിലാകാത്തത്. എല്ലാത്തിനും റെക്കോർഡുണ്ട്. 2004 ശേഷം ഞാൻ അവിടെ താമസിക്കുന്ന റേഷൻ കാർഡിനകത്തുണ്ട്. 2007 എൻ്റെ വിവാഹബന്ധം ഒഴിഞ്ഞു, അതിൻ്റെ റെക്കോർഡ് സതി കൊണ്ടുവന്നിട്ടുണ്ട്, ഇവിടെയുണ്ട്. 2008 ഞാൻ തിരുപ്പൂരുണ്ടെന്ന് ഞാൻ പറഞ്ഞു, സംഭവം ശരിയാണ്. 2009 ശേഷം അഞ്ചലിൽ വന്നിട്ട് ഞാനിവിടെ അടൂർ വന്ന് ജോലി ചെയ്ത് ഞങ്ങൾ 2010 തൊട്ട് ഒന്നിച്ച് താമസിക്കുന്ന കടയിടുന്നു. ഇതിനിടയ്ക്ക് എവിടെയാണ് മേഡം എനിക്ക് ഇത്ര ഈ അനാവശ്യ ബന്ധങ്ങൾ? ഈ എല്ലാം ഉണ്ടല്ലോ ഇവിടെ. ഞാൻ പറയുന്ന കാര്യങ്ങൾ, ഇത്രയും കാര്യങ്ങൾ എല്ലാം റെക്കോർഡുള്ള കാര്യങ്ങളാണ്. അതിനിടയ്ക്ക് നിങ്ങൾ ആ സ്ത്രീയെ പരിചയപ്പെട്ട് അടുപ്പമായി കഴിഞ്ഞപ്പോ നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളാണ് ഈ തമിഴ്നാട്ടിലെ 2 സ്ത്രീകളുടെ അമ്മയും മകളുടെ. അത് അവര് കഥ ഉണ്ടാക്കി പറയാമല്ലോ. ഇപ്പൊ ഞാൻ പറഞ്ഞ സത്യങ്ങളെല്ലാം ഇവിടെ ഉണ്ട്, റെക്കോർഡുണ്ട്. കഥ ഉണ്ടാക്കി പറയാമല്ലോ, സ്ത്രീകൾക്കൊന്ന് കഥ ഉണ്ടാക്കി പറയാമല്ലോ. ഈ ഷിബി എന്ന് പറയുന്ന സ്ത്രീയെ നിങ്ങൾ എവിടെ വെച്ച് വിവാഹം കഴിച്ചത്? ഞങ്ങള് പെരമ്പലൂർ എന്ന് പറയുന്ന സ്ഥലം, തിരുച്ചി 50 കിലോമീറ്റർ അപ്പുറം. ഷിബിയുടെ കുഞ്ഞമ്മ അവിടെ ഉണ്ട്. അമ്പലത്തിൽ വെച്ചാണ്? അതെ, അമ്പലത്തിൽ വെച്ചാ. ഷിബിയുടെ കുഞ്ഞമ്മ താമസിക്കുന്നത് ചെല്ലമ്മ എന്ന് പറഞ്ഞ് തമിഴ്നാട്ടിലാണ്. അവർക്ക് 20 ഏക്കർ വസ്തുവൊക്കെ ഉണ്ട്, 4 ആങ്ങളമാരും ഒക്കെ ഉണ്ട്. അവരവിടെയാണ് താമസം. ഏത് അമ്പലത്തിൽ വെച്ചാണ് നടത്തിയത്? അത് കീഴപ്പുളിയൂരിലെ ഒരു അമ്പലത്തിൽ. ഹൈന്ദവ ആചാരങ്ങൾ അനുസരിച്ചെല്ലാം നടത്തിയിട്ടുണ്ടോ? എന്തോ ഹൈന്ദവ ആചാരവിധി അനുസരിച്ചാണോ എല്ലാം നടത്തിയത്? പുട കൊടുക്കലോ അങ്ങനെ ഓരോരുത്തർക്കും ഓരോന്നാണ്. അത് രജിസ്റ്റർ ഉണ്ടോ? അമ്പലത്തിൽ രജിസ്റ്റർ ഉണ്ടോ? അവിടെ രജിസ്റ്റർ ഉണ്ടെന്ന് തോന്നുന്നു. അത് അവരുടെ കാണുള്ളൂ. സാമുദായിക സംഘടനകൾ എവിടെയുണ്ട്? സാമുദായിക സംഘടനകൾ ഇപ്പോൾ നമ്മുടെ NSS NDP ഹിന്ദുക്കളുടെ അവിടുത്തെ ആ രീതി ആചാരം വെച്ച് അവിടെ നടത്തിയത്. അവിടെ ഒപ്പിട്ട് കൊടുത്തോ? അവിടുത്തെ രീതി വെച്ച് അവിടെ ചെയ്തിട്ടേ ഉള്ളത്. ഞാൻ അതൊന്നും മറച്ചേക്കുന്നില്ല. ഞാൻ കല്യാണം ചെയ്തത് സംബന്ധിച്ച് എല്ലാ വിവരങ്ങളും പറഞ്ഞ് എല്ലാം സമ്മതിച്ചിട്ടുണ്ട്. ഷിബിയെ ഞാൻ വിവാഹം ചെയ്തിട്ടുണ്ട്. 2007 ബന്ധം ഒഴിഞ്ഞു. 2008 ഞാൻ തിരുപ്പൂർ പോയി. നിങ്ങൾ ഈ ബന്ധം ഒഴിഞ്ഞു എന്ന് പറയുമ്പോഴേ സാധാരണ ഒരു ബന്ധം അവസാനിച്ച ബന്ധം ഒഴിഞ്ഞു എന്ന് എല്ലാവരും പറയും. നിയമത്തിന് അതിൻ്റെ സാങ്കേതിക വശങ്ങളുണ്ട്. ഒരുപക്ഷെ സാധാരണ ഒരാളെ പെട്ടെന്ന് മനസ്സിലായില്ല. റെക്കോർഡ് തന്നെ ഇരിക്കുന്നത് തന്നെ. പിന്നെ നാള് ശരിയല്ലെന്നും പറഞ്ഞ് നിങ്ങൾ കല്യാണം നടത്താതിരിക്കാൻ നിങ്ങൾക്ക് പറ്റിയല്ലോ. അത് ഞാനല്ല കാരണക്കാര്. പിന്നെ സതിയുടെ അനിയത്തിയും സതിയുടെ ചേച്ചിയും ഇവരെല്ലാം വന്ന് ഒരേപോലെ ഒന്നിച്ച് ചേർന്നിരുന്നുണ്ട്. റെക്കോർഡിൻ്റെ പേരിലായി എനിക്ക് മോളുണ്ട്. അപ്പോൾ മോക്ക് വസ്തു വന്ന് വീടും ചേരുമെന്നും പറഞ്ഞ് ഇവരെല്ലാം കൂടെ കൂടാലോചന ചെയ്ത് അങ്ങനെ ചെയ്താണ് അനിയത്തിക്ക് വീട് എഴുതി കൊടുക്കുന്നത്. വീടെഴുതി കൊടുക്കുന്ന കാര്യമല്ല ഞാൻ പറഞ്ഞത്. മേഡം, ഞങ്ങൾ അധ്വാനിച്ച വീട്, അത് റെക്കോർഡ് വന്നു കഴിഞ്ഞാൽ വീടിന് എനിക്ക് അവകാശമൊന്നുമില്ല. അപ്പോൾ എനിക്കൊരു മോളുണ്ട്, ആ മോൾക്ക് അതിന് അവകാശം വരും. അപ്പോൾ അനിയത്തിക്ക് മാർക്ക് കൊടുക്കാനൊക്കത്തില്ല. ഇവരങ്ങനെ കുരുട്ടുബുദ്ധി എടുത്താണ് അവരെങ്ങനെ ചെയ്തിരിക്കുന്നത്.
ഇവരാരും സമ്മതിക്കില്ല. അനിയത്തിയുടെ പേര് വീട് എഴുതി കൊടുത്തോ സതി? എഴുതി കൊടുത്തു. അങ്ങനല്ല, കല്യാണത്തിന് എഴുതി കൊടുത്തിരിക്കുകയാണ്. അങ്ങനല്ല. അപ്പൊ ഈ പഞ്ചായത്തിന്റെ വീട് 12 വർഷത്തേക്ക് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. എനിക്ക് EMSന്റെ ആ പേപ്പറിനകത്താണ് എനിക്ക് പ്രമാണം കൈമാറ്റം ചെയ്യാൻ നിങ്ങൾ എഴുതി കൊടുത്തു. ശ്രീധരനായിട്ട് ചെറുക്കൻ എഴുതി കൊടുത്തു. ഞാൻ പറഞ്ഞതൊരു കാര്യം, അനിയത്തിക്ക് ശ്രീധരൻ കൊടുത്തില്ല. ഞാനും എന്റെ ഭർത്താവും കൂടെ താമസിക്കുന്ന അവരുടെ അടുക്ക പറഞ്ഞ കാര്യമാണ്. ഞങ്ങളുടെ രണ്ടുപേരും കാലശേഷം ഞങ്ങളുടെ രണ്ടുപേരും മരിച്ചു കഴിഞ്ഞിട്ട് ഇതിവക്ക് കൊടുത്തേക്കാം. അങ്ങനെ ഒരു വാക്ക് എന്റെ വായിൽ നിന്ന് വന്നിട്ടാണ് അവർക്ക് ഒരു രേഖയും കൊടുത്തിട്ടില്ല. എന്നാലും എന്നെ മാന്യമായിട്ട് പുറത്ത് ജീവിക്കാൻ അനുവദിക്കണ്ടായോ? അല്ലാതെ പഞ്ചായത്തിലെ വീട് എങ്ങനെ കൊടുക്കാനൊക്കും? ഒരാൾക്ക് എഴുതി കൊടുക്കാൻ അത് കൊടുത്തോട്ടെ, ഞാൻ എതിർത്തില്ല. പക്ഷെ എന്നെ ജീവിക്കാൻ അനുവദിക്കണ്ടായോ? അത് കഴിഞ്ഞ് പുറത്ത് വന്നു കഴിഞ്ഞാൽ എനിക്ക് യാതൊരു വിലയില്ല അവിടെ. ആ വീട്ടിലെ ആണുങ്ങൾക്കെന്ന് പറഞ്ഞ വിലയേ ഇല്ല. ഇവരുടെ കുടുംബത്തിൽ 5 ആണുങ്ങളെ കല്യാണം ചെയ്തിട്ടുണ്ട്, 5 പേർക്കും വിലയില്ല. ഷിബി അല്ലേ? ഷിബി കണ്ടു കാണുമല്ലോ ശ്രീധരനും സതിയമ്മ ഇവിടെ വന്നതും സംസാരിച്ചതും ഒക്കെ കണ്ടായിരുന്നു. അത്രയും നമുക്കും അറിയൂ, അവിടം വരെ അറിയത്തുള്ളൂ. ഷിബി ഈ സതിയമ്മയെക്കൊണ്ട് ബന്ധപ്പെടുന്നതിന് ഞാൻ മുമ്പ് എന്നെ നേരത്തെ ആദ്യം കല്യാണം കഴിച്ചത് തന്നെയായിരുന്നു. എവിടെ വെച്ചായിരുന്നു? ആ തമിഴ്നാട്ടിൽ വെച്ചായിരുന്നു. എൻ്റെ അമ്മയുടെ അനിയത്തി തമിഴ്നാട്ടിലാണ് താമസിക്കുന്നത്. പുള്ളിക്കാരൻ ആരോട് ഞാൻ മിണ്ടിയാലും സംശയം. അതല്ല എൻ്റെ ഭർത്താക്കന്മാരാ. ഇങ്ങനെ ആയിക്കഴിഞ്ഞ് ഞാൻ പറഞ്ഞത് പറ്റത്തില്ലെന്ന് പറഞ്ഞു. അങ്ങനെ ആയിക്കഴിഞ്ഞ് ഞാൻ ഇത് ഒരുപാട് ഇതായി കഴിഞ്ഞപ്പോൾ ഞാൻ ഇവിടുന്ന് അങ്ങ് പിണങ്ങി അങ്ങ് പോയി. ഞാൻ പറഞ്ഞു, അമ്മ കുഞ്ഞിനെ മക്കളെ നോക്കിക്കൂ, മോളെ നോക്കിക്കൂ, ഞാൻ ഇവിടുന്ന് എവിടെയെങ്കിലും ജോലിക്ക് പോകും, ഇവിടെ വീട്ടിൽ തന്നെ ഇരുന്നാൽ എന്ത് ചെയ്യും? അങ്ങനെ ഞാൻ വെളിനാട്ടിൽ പോകുമായിരുന്നു. വെളിനാട്ടിൽ പോയി ജോലിക്ക്. ഗൾഫിലല്ല, ബോംബെയില്. അവിടെ പോയി കഴിഞ്ഞപ്പോൾ എന്നെ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു ചേട്ടനായിരുന്നു കമ്പനി കൊണ്ടുപോയത്. പിന്നെ പുള്ളിക്കാരൻ പറഞ്ഞു കുറച്ച് വിഷമങ്ങളൊക്കെ മാറിക്കിട്ടും, ഇങ്ങനെയൊക്കെ പോയെങ്കിലേ പറ്റുമോ, മോള് വാന്ന് പറഞ്ഞാൽ എന്നെ കൊണ്ടുപോയി ജോലിക്ക് കൊണ്ടുപോയി. അന്ന് ഈ മോള് മാത്രമേ ഉള്ളൂ, ശ്രീലക്ഷ്മി എന്ന് പറഞ്ഞ മോള് മാത്രമേ ഉള്ളൂ. ഞാൻ അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ അമ്മ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, മോളെ വേറെ കല്യാണമാണ്, അവൻ പെണ്ണ് കാണാൻ നടക്കുന്നെന്ന് പറഞ്ഞു. അമ്മ അവിടെ ഈ കുഞ്ഞിനെയും കൊണ്ട് അവിടെ ചെന്ന് അതങ്ങ് മുടക്കി. പറ്റത്തില്ല, അവൻ്റെ ഒരു മോള് ഉണ്ട്, നിങ്ങളെന്തോ ഉദ്ദേശിച്ചുണ്ടോ, നിയമപരമായിട്ട് ബന്ധം പോലും വേർപെടുത്താതെ നിങ്ങളൊക്കെ ഇങ്ങനെ പെണ്ണിനെ കൊടുക്കാനിരിക്കുവാണോ എന്നൊക്കെ ചോദിച്ചെല്ലാം അറിഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, അവർ അങ്ങനെ പിന്മാറി കഴിഞ്ഞപ്പം പുള്ളിക്കാരൻ എൻ്റെ പേര് കള്ളക്കേസ് കൊടുത്തു. ഞാൻ മറ്റുള്ള രീതിയിൽ പോകുന്നു പറഞ്ഞു. എത്ര കല്യാണം കഴിച്ചിട്ടുണ്ടോ? ഇപ്പം ഞാൻ എൻ്റെ അറിവിൽ 2 കല്യാണം, എന്നെയും മറ്റേ ശ്രീഹലയും കെട്ടിയത് മാത്രമേ എനിക്ക് അറിയത്തുള്ളായിരുന്നു. ശ്രീഹല എന്ന് പറഞ്ഞ ഫോട്ടോ നമ്മൾ കാണിച്ചപ്പോ അറിയില്ല എന്ന് പറഞ്ഞു. ആ, ശ്രീഹലയെ കെട്ടി കുടുംബ കോടതിയിൽ കേസ് കിടക്കുന്ന സമയത്താണ് ശ്രീഹലയെ കല്യാണം കഴിക്കുന്നത്. നിങ്ങളുടെ കേസ് നടക്കുന്നത്. ഈ സതിയമ്മ അറിയാവോ? സതിയമ്മ ഞാൻ ഈ ഇതിനകത്തൂടെ കണ്ടിട്ടുള്ളൂ, നേരി ഞാൻ കണ്ടിട്ടില്ല. മോള് വന്നിട്ടുണ്ട്. ഈ മോക്ക് എന്നും വയ്യാഴിക. എത്ര വയസ്സായി? 14 വയസ്സ്. എത്രയല്ലേ മോളെ പഠിക്കുന്നത്? 9ാം ക്ലാസ്സില്. നല്ലപോലെ പഠിക്കുന്ന കുഞ്ഞ, 2 കുഞ്ഞുങ്ങൾ. അതുപോലെ രണ്ടാമത്തെ മോള് നന്ദനയും ഇങ്ങനെ ഗർഭിണിയായി കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരൻ്റെതല്ല. പിന്നെ നിങ്ങൾ കോംപ്രമൈസ് ചെയ്ത് ജീവിച്ചു പോയതാ. സതി പറഞ്ഞു, ഇത്രയും മോശമായിട്ട് എന്നെ ചിത്രീകരിച്ചാലോ ഒരു പെണ്ണുങ്ങളെ ആരെയെങ്കിലും കൊണ്ടുവന്നു കഴിഞ്ഞാൽ നിങ്ങൾ പറയുന്ന ഏത് നിയമത്തിന്റെ മുന്നിൽ എന്ത് ശിക്ഷ എനിക്ക് തരാം, വേണം തൂക്കുദണ്ഡന വെള്ളം വെച്ച് ഞാൻ റെഡിയാക്കിക്കാൻ. വേണ്ട ശ്രീധർ, അതൊന്നും വേണ്ട. 2 പെൺകുഞ്ഞുങ്ങൾ. പക്ഷെ അവരുടെ സിറ്റുവേഷൻ, അവർ 7 പെണ്ണുങ്ങള് ആൾക്കാരെ ചൂഷണം ചെയ്ത് എല്ലാവരുടെയും തട്ടിപ്പറിച്ച് പിടിച്ചു ജീവിക്കുന്ന സ്ത്രീകളാണ് ഇവർ 7 പേര്. ഞാനിത് ഇപ്പോഴും ഞാമരുടെ മുന്നിൽ പറയാം, തെളിവ് കൊണ്ടുതരാം, ഞാൻ കൊണ്ടുവന്ന് തരാം. പക്ഷെ ഇവിടെ ആരെങ്കിലും എന്നെ കുറിച്ചിട്ട് തെളിവുകൾ കൊണ്ടുവരട്ടെ. നിങ്ങൾ പറയുന്നത് എന്തും ഞാൻ ചെയ്യാം. ശരി, എന്തും. ശ്രീധരൻ പറഞ്ഞത് കേട്ടു, സതി പറഞ്ഞതും കേട്ടു. നിങ്ങൾ 2 പേരെ കുറിച്ചും വിശദമായിട്ട് കുറേ കാര്യങ്ങൾ ഞങ്ങൾ അന്വേഷിച്ചു. പക്ഷേ ഈ അദാലത്തിൻ്റെ മുൻപിൽ, ഈ ഒരു ജഡ്ജസിൻ്റെ മുമ്പിൽ നിങ്ങൾ 2 പേര്, അവർ കുറേ കാര്യങ്ങൾ സത്യം പറഞ്ഞു, നിങ്ങൾ കുറേ കാര്യങ്ങൾ പറഞ്ഞു. പക്ഷെ നിയമപരമായിട്ട് ഇതിനുള്ള സാധ്യതകൾ എന്താണെന്നുള്ളത് പാനലിന് മാത്രമേ പറയാൻ പറ്റൂ. 2 കൂട്ടരും ഇവിടെ കാര്യങ്ങൾ പറഞ്ഞു. അവർക്ക് ഒരു ദുരനുഭവം ഉണ്ടായി, ഇതിന് വലിയ പരിഹാരം വേണം, അല്ലെങ്കിൽ ഇനി ആർക്കും ഉണ്ടാകരുത് എന്നൊക്കെയുള്ള നിലപാടിലാണ് അവർ നിൽക്കുന്നത്. നിങ്ങളതൊക്കെ എതിർത്ത് എല്ലാം നിഷേധിക്കുകയാണ്. അതിന് ഇവിടെ ഒരു അനുരഞ്ജനത്തിൻ്റെ ഭാഷയിൽ ഒരു പ്രശ്നം പരിഹരിക്കാനുള്ള ഒരു സാഹചര്യമല്ല ഇത്. ഈ അദാലത്തുകൾ അങ്ങനെയാണ് തീരുമാനിക്കുന്നത്, വലിയ വലിയ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാറുണ്ട്. അതിവിടെ കഴിയുന്നില്ല. അതൊന്ന്. പിന്നെ ഈ നമ്മുടെ മുമ്പിൽ വന്നിട്ടുള്ള വസ്തുതകൾ, അതിനെക്കുറിച്ച് ഒരു ശരിയായ രീതി ഇന്നതുപോലെയാണ് എന്ന് കൃത്യമായൊരു പ്രസ്താവന നടത്തുന്നതും അസംഗതമാണ് ഇപ്പോൾ ഇവിടെ. കാരണം തീരുമാനിക്കാൻ പറ്റുന്നില്ല, അതിന് ഞങ്ങൾ ഒരുങ്ങുന്നില്ല. അതിനുള്ള ഒരു കൃത്യമായ അങ്ങനെ അല്ലെങ്കിൽ ഇങ്ങനെയാണ് എന്ന് പറയത്തക്ക ഇത് വരുന്നില്ല. പക്ഷേ സുഖകരകാലത്ത് എന്തുണ്ടെന്നുള്ള തോന്നൽ ആർക്കും ഉണ്ടാകും, സാമാന്യ ബുദ്ധിയുള്ള ആർക്കും ഉണ്ടാകും. നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ പറഞ്ഞ രീതിയിലുള്ള പെരുമാറ്റമാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പരിമിതികളുണ്ടെങ്കിൽ നല്ല ജനപ്രതിനിധികൾ, സാമൂഹ്യ പ്രവർത്തകരൊക്കെ ഉണ്ടാകും. അവരുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നാൽ അവർ ശ്രദ്ധിക്കും. പിന്നെ വളരെ മോശമായ അനുഭവം, കാരണം
സ്ത്രീകളോടുള്ള അത്ര മോശമായ, കാരണം വർഷങ്ങൾ കഴിഞ്ഞാൽ ഈ സമയപരിമിതി കേസെടുക്കാൻ കാലഹരണമൊന്നും ഇല്ലാത്ത ക്രിമിനൽ കേസുകളുണ്ട്. അങ്ങനെയുള്ളത് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൽ ബന്ധപ്പെട്ട അതിൻ്റെ ഇരകൾ ഇനിയും പരാതി കൊടുത്താൽ നടപടി ഉണ്ടാകും. പുതിയ നടപടികൾ ഉണ്ടായാൽ അപ്പോഴും ഉണ്ടാകും. അതങ്ങനെ ഉണ്ടെങ്കിൽ സമൂഹത്തിൽ ആരെങ്കിലും മുൻകൈ എടുത്ത് കൊണ്ടുവന്നേ പറ്റും. ഇപ്പോഴും ഇവിടുത്തെ സ്ഥിതിക്ക് അദാലത്തിൻ്റെ നിയമപരമായ പരിധി കൊള്ളുന്നുണ്ട്. ആ കാര്യത്തിൽ പെട്ടെന്നൊന്നും ചെയ്യാൻ കഴിയുന്നില്ല. പിന്നെ ഈ ബന്ധപ്പെട്ട ആൾക്കാർ തന്നെയാണ് പരാതിക്കാരായിട്ട് ഇതിലേക്ക് പോകേണ്ടത്. ഇയാളുടെ കുട്ടികൾക്ക് 2 പേരുണ്ട്, അവർക്ക് ചിലവിന് കിട്ടുന്നില്ല. നിങ്ങൾ പറയുന്നു അയാൾ ആദ്യം ഒരു കുട്ടിയുള്ളതെന്നൊക്കെ പറഞ്ഞെങ്കിലും മറ്റേ കുട്ടിയെ ഞാൻ മകളെ പോലെ അംഗീകരിക്കുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുന്നു. അതൊക്കെ എന്ത് തന്നെ ആയാലും ചിലവിന് കൊടുക്കാൻ വീഴ്ച വരുത്തിയാൽ അവർക്ക് വളരെ സങ്കീർണമായ നടപടികളൊന്നും ഇല്ലാതെ ലീഗൽ സർവീസ് അതോറിറ്റി ബന്ധപ്പെട്ട മജിസ്ട്രേറ്റ് കോടതിയിൽ ഹർജി കൊടുത്ത് അത് വാങ്ങിക്കാൻ കഴിയും. അതാ കുട്ടികളുടെ ചിലവുണ്ട്. അവരുടെ ദൈന്യത്തെക്കുറിച്ച് നിങ്ങൾ വീണ്ടും പറഞ്ഞു. ഒരുപക്ഷെ മാനുഷികാവകാശങ്ങളുണ്ടായിരിക്കാൻ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ അതിനെ അംഗീകരിക്കുന്നു, അഭിനന്ദിക്കുന്നു. അതിനൊക്കെ പറയും. പക്ഷേ ഇവിടുന്ന് ആ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കാൻ കഴിയുന്നില്ല. അവരുടെ പരാതി ഇവിടെ ഇരിക്കാൻ കഴിയുന്നില്ല. മനസ്സിലായില്ലേ? ഈ പറഞ്ഞ മാതിരി ഇയാളുടെ ഇനിയുള്ള നല്ല നടപ്പിന് അതിന് ബോണ്ട് വയ്ക്കാനും അതൊന്നും ഇതിൻ്റെ പരിധി വരുന്നില്ല. നിങ്ങൾ 2 പേരുടെ ഒപ്പിട്ട് പോയിട്ട് അതിലൊരു അർത്ഥമില്ല. അത് ഭയങ്കര, കാരണം നിയമവശമാണ് പറഞ്ഞിരുന്നത്. നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഇപ്പോഴുള്ള സാഹചര്യം പറയുകയാണ്. പക്ഷേ ജാഗ്രത വേണം. അതിന് നിങ്ങൾക്കുണ്ടാകുന്നത് നിങ്ങൾ ചെയ്യണം. നിങ്ങൾ പറയുന്നത് നിങ്ങൾ പൂർണ്ണമായിട്ട് അവിശ്വസിക്കല്ല. അയാൾ പറയുന്നത് പൂർണ്ണമായിട്ട് വിശ്വസിച്ചൊന്നും അർത്ഥമില്ല. എന്തോ തകരാറുണ്ട്. അത് ഈ സമൂഹത്തിന് വെല്ലുവിളി പോലെ അസാൻമാർഗീയതയിൽ മുഴുകുന്ന ഒരെണ്ണമാണെങ്കിൽ അത് ആരെങ്കിലും വെളിച്ചത്ത് കൊണ്ടുവന്നിരിക്കണം. ബന്ധപ്പെട്ട ആളുടെ നിലക്ക് നിർത്തി നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരികയും വേണം. അത് മനസ്സിൽ വയ്ക്കണം എന്നുള്ളതേ ഉള്ളൂ. അതേ ഞാൻ പറയാനുള്ളൂ. അപ്പോൾ ബന്ധപ്പെട്ട അന്വേഷിച്ച് അവർ ശരിയും തെറ്റും അറിയാൻ കഴിയും. അത്ര ഇപ്പോൾ പറയാൻ കഴിയുന്നുള്ളൂ. ഇവിടെ ഒരു അവാർഡ് പാസ്സാക്കാൻ കഴിയുന്നില്ല. മനസ്സിലായല്ലോ? സതിയമ്മ, ശ്രീധരൻ, നിങ്ങൾ ഇവിടെ ഒന്നിച്ച് പോകാൻ കഴിയാത്തതിൽ, വേർപെട്ട് പോകുന്നതിൽ ഞങ്ങൾക്ക് വളരെ ദുഃഖമുണ്ട്. ഒന്നിപ്പിക്കാൻ സാധിക്കാത്തതിൽ 2 കൂട്ടരും, സതിയമ്മ പറയുന്നു അവർ പറയുന്നതാണ് ശരിയെന്ന്, അതുപോലെ ശ്രീധരൻ പറയുന്നു, ശ്രീധരൻ ഇങ്ങോട്ടും വെല്ലുവിളിക്കുന്നു. എന്തെങ്കിലും ഒരു പ്രൂഫ് കാണിക്കുകയാണെങ്കിൽ എന്ത് പറയുന്ന ശിക്ഷയും ഏൽക്കാനെന്ന് പറയുന്നു. ഇപ്പോൾ ഇതിലേതാ വിശ്വസിക്കേണ്ടേ എന്നുള്ള ഒരു ധർമ്മസങ്കടത്തിലുമാണെന്നുള്ളത്. സതിയമ്മ പറയുന്നത് അതുപോലെ തന്നെ ഇനി ഒരാൾക്കും ഇങ്ങനെ പറ്റരുത്, ഒരു സ്ത്രീക്കും ഇത് പറ്റരുതെന്നുള്ളത്. ആ ഒരു നീതിബോധത്തെ ഞങ്ങൾ അപ്രിഷ്യേറ്റ് ചെയ്യുന്നു. പക്ഷേ ഇദ്ദേഹം പറയുന്നു ഞാൻ ഏതെങ്കിലും ഒരു എവിഡൻസ് കൊണ്ടുവരികയാണെങ്കിൽ നമ്മൾ പറയുന്ന ശിക്ഷ എടുക്കാൻ തയ്യാറാണെന്ന് പറയുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു അവസ്ഥയിൽ ജഡ്ജി അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതിൽ അഫക്റ്റ് ചെയ്ത പാർട്ടീസ്, ഇതിൽ അവർ വേണം മുന്നോട്ട് വരാൻ, അവർ പരാതിപ്പെടുക. അതേസമയം നിങ്ങൾക്ക് വേണ്ട സപ്പോർട്ട് കൊടുക്കാൻ സാധിക്കും, അവർക്ക് വേണ്ട മോറൽ സപ്പോർട്ടൊക്കെ കൊടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇദ്ദേഹം പറയുന്നു എന്തെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യാമെന്ന് അതും പറയുന്നു. അതുകൊണ്ട് കൂടുതലായിട്ട് നിങ്ങൾക്കത് വിശ്വസിക്കാനും പറ്റാത്തത് ഏതിലാണ് കൂടുതൽ സത്യം എന്നുള്ളത് നമുക്ക് ഒരു കൺഫ്യൂഷനിലാണ് ഇരിക്കുന്നത്. നമ്മുടെ സമൂഹത്തിൽ ഇപ്പോഴും ഇങ്ങനെയുള്ളത് നടക്കുന്നുണ്ട്. അതിനെപ്പറ്റി നമുക്ക് ബോധവാന്മാരാകണം. ഇങ്ങനെയുള്ള സംഗതികൾ ഉണ്ടാകാതിരിക്കട്ടെ. ഇവിടെ പരിധി അല്ലെങ്കിൽ പരിമിതി എന്ന് പറയുന്നത് അവരാവശ്യപ്പെടുന്ന ആ ആവശ്യങ്ങൾ, പ്രയർ, ഇതിലാവശ്യപ്പെടുന്ന പരിഹാരം എന്തുണ്ടെന്നാണ് നമ്മൾ പരിഹരിക്കപ്പെടുന്നതും അതിൽ ഉറ്റുനോക്കുന്നു. ഇവിടെ പരിഹരിക്കാൻ ഒക്കാത്ത വിധമുള്ള പല ആവശ്യങ്ങളാണ് ഈ ഹർജിയിലൂടെ ആവശ്യപ്പെട്ട് ചെയ്യുന്നത്. ഒരാളെ നല്ല നടത്തിപ്പിന് വിടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ പ്രവർത്തികൾ കണ്ടുകൊണ്ട് കോടതിക്ക് നല്ല നടപ്പിന് വിടാം. പക്ഷേ ഒരാളെ റെഫ്രൈൻ ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ഒരാളെ പരിഷ്കരിക്കുന്നതിന് വേണ്ടിയിട്ട്, നന്നാക്കുന്നതിന് വേണ്ടിയിട്ട് അയാളെ ഇന്ന ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് പരിമിതികളുടെ ഒരു വലിയ മുൻതൂക്കം അയാൾക്ക് അനുകൂലമായതുള്ളതുകൊണ്ട് അയാൾ തെറ്റുകാരനാണെന്ന് തെളിയിക്കപ്പെടാനുള്ള എല്ലാ കാര്യങ്ങളും ഒരു വശത്ത് തെളിഞ്ഞു വന്നാൽ പോലും ആ കുറ്റം ആരോപിക്കപ്പെടുന്നയാൾക്ക് അങ്ങനെ ആരോപിക്കാനുള്ള അവകാശമില്ലാത്ത സാഹചര്യത്തിലും ഇവിടെ ഒരു തീരുമാനം കണ്ടെത്താൻ കഴിയുന്നില്ല എന്ന ഒരു ബുദ്ധിമുട്ടിലാണ് ഞങ്ങൾ ഈ പാനൽ ഇപ്പോഴിരിക്കുന്നത്. അതുകൊണ്ട് ഇതിൽ വ്യക്തമായ ഒരു തീരുമാനത്തിലേക്ക് ഞങ്ങൾ കടന്നു വരുന്നില്ല. മറിച്ച് ഈ വിഷയത്തിൽ ആരൊക്കെയാണോ ഇരകളായിട്ടുള്ളത് അവരാരെങ്കിലും ഒന്ന് കൈ ഉയർത്തി കഴിഞ്ഞാൽ അതിലേറ്റവും ജീവിക്കുന്ന ഒരു സാക്ഷിയായിട്ട് മാറാൻ ജീവിതത്തിൻ്റെ സാക്ഷിയായ ഈ ഭാര്യയ്ക്ക് കഴിയും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു.